രാഹുൽ, കേരളം ഉറ്റുനോക്കുന്ന അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ശേഷം വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ആരാകും ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ്. ആരാകും എന്നതിനെ പറ്റി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ രാഹുലിന്? കെ മുരളീധരനാണ് എന്നുള്ള ചർച്ചകളൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ കഴിയും. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ആരോഗ്യ മേഖല എങ്ങനെ കിടക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതായത് അത്രമാത്രം നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുകയാണ് എന്നുള്ള ഒരുപാട് വിമർശനങ്ങൾ ആരോഗ്യ മേഖലയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ പോകുന്ന ആരാണെങ്കിലും ഒന്ന് പണിയെടുക്കേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. 2 ആരോഗ്യമന്ത്രിമാരുണ്ടായിരുന്നു ഇതിനു മുമ്പിട്ടുള്ള. രണ്ടുപേരും തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. രണ്ടുപേരും പറഞ്ഞിരുന്നത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. അതായത് ശൈലജ ടീച്ചർ പറഞ്ഞു ഞാൻ പേരാവൂർ മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നേതൃത്വത്തോട് അറിയിച്ചു. പക്ഷെ അവസാനം പാർട്ടി പറഞ്ഞു അവിടെ മത്സരിക്കാൻ. അതേപോലെ തന്നെ വീണ ജോർജ് പറഞ്ഞു ഞാനിവിടെ ആറന്മുളയിൽ മത്സരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു അവിടെ വേറെ മത്സരിക്കാൻ ആരുമില്ല, നീ മത്സരിക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ വീണ ജോർജിന്റെ ഭർത്താവ് അതിനു മുമ്പിട്ട് പറഞ്ഞിരുന്നു എന്റെ ഭാര്യയെ മത്സരിപ്പിക്കരുതേ എന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. എന്നാണെങ്കിലും അവസാനം ഇവര് രണ്ടുപേരും തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം തോൽക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ആരോഗ്യമന്ത്രിയുമായിട്ട് ചുറ്റിപ്പറ്റിയായിരുന്നു. കഴുത്തൊടിയുന്ന ആരോഗ്യമന്ത്രി അതായത് ഒരു കൊടിയുടെ ശകലം കാണുമ്പോഴേക്കും കഴുത്തൊടിയുന്ന, ശരീരം വേദനിക്കുന്ന, ശരീരം നുഴഞ്ഞു കൊടുക്കുന്ന വലിയൊരു മാരക അസുഖത്തിന് അടിമയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞത് എന്താണെങ്കിലും ഇനി ഒരു 5 കൊല്ലം റെസ്റ്റ് ഒക്കെ എടുക്ക്. അതെ, നമ്മളിപ്പോ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? കാരണം കേരളത്തിലെ എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് ആരോഗ്യ സംവിധാനം, നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞത് മറ്റേ കുത്തുവാള എടുത്ത് പണ്ടാരടങ്ങി കിടക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ ഇനി UDF അധികാരത്തിൽ വന്ന് സർക്കാർ രൂപീകരിച്ച് ഇപ്പൊ കെ മുരളീധരനാണെങ്കിൽ അങ്ങനെ അദ്ദേഹം ആരോഗ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഈ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം പലരും മറന്നുപോകും. ഇപ്പോൾ ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അവർ ജയിച്ചു, 15-ാം തീയതി നമുക്ക് സൗജന്യ യാത്ര കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കാൻ വെമ്പി നിന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രി ചുമതല ഏൽക്കുന്ന അന്ന് മുതൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 2 മാസങ്ങൾക്ക് ശേഷം ഒരു 2 വർഷം മുമ്പ് നടന്നൊരു സർജറിയുടെ എന്തെങ്കിലും പിഴവ് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാലും ഇത് ഈ സർക്കാരിന്റെ തലയിലായിരിക്കും സ്വാഭാവികമായും വന്ന് വീഴുക. അതിനുശേഷം കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് പഴയ സർക്കാരിന്റെ കാലത്തായിരുന്നു സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ പോലും ഈ നറേറ്റീവ് അവിടെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ആരോഗ്യ സംവിധാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. കിടക്കകളില്ല, മരുന്നുകൾ കൃത്യമായി എത്തുന്നില്ല, ഡോക്ടർമാരുടെ കുറവ്, ഈ ഉള്ള ഡോക്ടർമാർക്ക് തന്നെ ഭയങ്കരമായ പ്രഷർ കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. കൃത്യമായി കണക്കെടുക്കൽ നടക്കുന്നില്ല, അതുപോലെ തന്നെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഇതിനെല്ലാം തരണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ശൈലജ ടീച്ചർ മത്സരിച്ച് ജയിച്ച് LDF 3.0 പിണറായി 3.0 വന്ന് വീണ്ടും ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ഡാമേജ് അല്ല നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇതിന്റെ എല്ലാം സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം തിരുവനന്തപുരത്ത് ആദ്യമേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ഉന്നയിക്കുന്നത് ഹാരിസ് ഡോക്ടറായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കാത്ത് ലാബ് പോലുള്ള ലാബുകളിൽ കൃത്യമായിട്ട് എക്യുപ്മെന്റ്സ് ഇല്ല. വർഷങ്ങളായിട്ട് ഇപ്പോ ഇവര് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഉണ്ടായിരുന്ന മെഷീനെല്ലാം തകരാറായിപ്പോയി. ഇതുവരെ ഒരു മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് പല ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് മുന്നോട്ട് വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പുതിയ പരിഷ്കരണങ്ങൾ വരുത്തണം. ഈ സർക്കാർ ഏറ്റവും കൂടുതലും ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊണ്ടായിരിക്കും. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇത്രയും വലിയ ജനവികാരം ആളി അടുക്കുമ്പോഴും ഇവിടെ വോട്ടർ, അതായത് ആദ്യം വരുന്ന വോട്ട് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വോട്ടുകളാണ്, അതായത് ബാലറ്റ് വോട്ടുകൾ. അപ്പോൾ അതെല്ലാം ആർക്ക് അനുകൂലമായിരുന്നു? CPM അനുകൂലമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ, ആ വേളയിൽ തന്നെ നമ്മൾ വിശ്വസിച്ചില്ലേ CPM അധികാരത്തിൽ എത്തുമെന്ന്. ആദ്യത്തെ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് CPM വീണ്ടും അനുകൂലമായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്. കാരണം എല്ലാം CPM കൂടുതൽ വോട്ടുകളും വരുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF
ഏറ്റവും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതും UDF-നെ പ്രശ്നത്തിലാക്കാൻ പോകുന്നതും കേരളത്തിലെ ഉദ്യോഗസ്ഥരായിരിക്കും. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടികൾ UDF-നെ നേരിടേണ്ടി വരും. അതെ, ഇപ്പൊ കഴിഞ്ഞ 10 വർഷങ്ങൾ അധികാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഉണ്ടായിരിക്കുന്ന കോക്കസ് ഗ്രൂപ്പിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളായിരിക്കും. അത് ഈ പറഞ്ഞ പുതിയ നിയമനം നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ, ഈ ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. അപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാകണം. അവർ ഈ പറഞ്ഞ പുതിയ ഭരണത്തിന് കീഴിൽ കൃത്യമായി വർക്ക് ചെയ്ത് തുടങ്ങണം. ഇന്ന് രാവിലെ ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റ് ആണ് വരുന്നത്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യത്യാസം വരുന്നു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിലൊക്കെ വലിയ അഴിച്ചുപണി നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഏതൊരു വകുപ്പെടുത്താലും വലിയ രീതിയിലുള്ള അഴിച്ചുപണി സംഭവിക്കും. ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. അവിടെ പരാതി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഡോക്ടർമാർക്കുണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന അഭാവമുണ്ടെന്ന് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ സർക്കാരിന്റെ കാലത്ത് ഇപ്പോ ആര് തന്നെ ആയാലും ആരോഗ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോ ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ഇനി സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ ഒന്നും പരസ്യ പ്രസ്താവനകളില്ലായിരുന്നു. ഉദ്യോഗസ്ഥർ പരസ്യമായിട്ട് വന്ന് പ്രസ്താവനകൾ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ സർക്കാരിന്റെ കാലയളവിൽ നമ്മൾ കാണാൻ പോകുന്ന പരസ്യ പ്രസ്താവനകളായിരിക്കും. ഇപ്പോൾ ഹാരിഷ് ഡോക്ടർ ഏത് അവസ്ഥയിലാണ് ഈ പരസ്യ പ്രസ്താവന നടത്തിയത് എന്ന് നമുക്കറിയാം. അതായത് അനുഭവിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കാണുമ്പോഴാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ചീഫിനെ അറിയിച്ചു, അവിടെ മെഡിക്കൽ കോളേജിൽ അറിയിച്ചു. എന്നിട്ട് പോലും അദ്ദേഹം പിന്നീട് ഒതുങ്ങുന്നത് നമ്മൾ കണ്ടാണ്. പിന്നീട് അദ്ദേഹം വാ തുറന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കുന്നില്ല UDF ഭരിക്കുമ്പോൾ കുറച്ചുകൂടെ ജനകീയ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോഴേ പറയും ഇന്നൊക്കെയാണ് പ്രശ്നം മന്ത്രി. ബേസിക്കലി ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ്. ചിലപ്പോ ബെറ്റർ ആകാം, ചിലപ്പോ വേഴ്സ് ആകാം. ഇത് രണ്ട് പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇപ്പോൾ 10 വർഷം ഒരു ഭരണത്തിന് കീഴിൽ നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ ആദ്യമേ കാണിക്കുന്നത് കേരളത്തിലെ പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചെന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഷൈക്കാൻഡ് കൊടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള അവരുടെ അപ്പിയറൻസ് കണ്ടിട്ടാണ്. വളരെ ചിരിച്ച് സന്തോഷത്തോടെ ഫ്രീ ആയി നിൽക്കുന്ന പോലീസുകാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ പിണറായി വിജയന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് പറയില്ലേ, അപ്പൊ അതേപോലെ നിൽക്കുന്ന പോലീസുകാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന പോലീസുകാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏതൊരാളാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സിഎമ്മിനോട് സംസാരിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു വർഷം മുൻപാണ് ഉണ്ടായിരുന്നതെങ്കിൽ ചോദിക്കണോ, ഈ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി വിടുമോ? ഇപ്പൊ പേഴ്സണലി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല, പേഴ്സണലി സംസാരിക്കണം, എന്തെങ്കിലും പറയുമോ എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സിഎമ്മിനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഫോൺ എടുത്ത് മുൻ പറവൂർ MLA VD സതീശൻ ഡയൽ ചെയ്യുക, വിളിച്ചു നോക്കുക. നമുക്കറിയാം കോളിനൊരു ഉത്തരമുണ്ടാകും, വിളിച്ചാൽ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ജനങ്ങൾക്കിടയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ CM എന്ന് പറഞ്ഞാൽ അപ്രാപ്യനായ, എത്താൻ പറ്റാത്ത, ആക്സസ് ഇല്ലാത്തൊരു മനുഷ്യനാണെന്നുള്ള തോന്നല് എന്തായാലും മലയാളികൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ചിലപ്പോ ഇതിൽ മാറ്റം ഉണ്ടാകുക, ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ VD സതീശൻ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കാം. പക്ഷെ എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും അദ്ദേഹം തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ, എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അവർക്ക് പുതിയ പുതിയ പദ്ധതികൾ, നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ പല പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലതെല്ലാം നല്ലതായിരുന്നു. അത്തരത്തിൽ നല്ല വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിയട്ടെ.